ഇന്ന് ഞാൻ ബട്ടർ ഇല്ലാതെ ഒരു ബട്ടർ ചിക്കൻ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ മക്കൾക്കൊക്കെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് മേടിച്ചു കൊടുക്കുന്ന ആ സെയിം ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ ഇത് ഈസി ആയിട്ട് ചെയ്തെടുക്കാം. ഒത്തിരി ഐറ്റംസിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ കസ്തൂരി മേത്തി, ഫ്രഷ് ക്രീം, കാഷ്നട്ട് ഈ ഐറ്റംസൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇതില്ലാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. ബോൺലെസ് പീസാണ് എടുത്തിട്ടുള്ളത്. ബോൺ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിനകത്തേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കശ്മീരി മുളക് പൊടി, തൈര്, കുറച്ച് കസ്തൂരി മേത്തിയും കൂടി ചേർത്ത് നന്നായിട്ട് പുരട്ടി അതങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ബട്ടറിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലിലോ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ബട്ടർ യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഫ്രൈ ചെയ്ത് മാറ്റുന്നത് കേട്ടോ. ഒത്തിരി ഡ്രൈ ആവണ്ട, ഒന്ന് നന്നായിട്ട് സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കണം മീറ്റ്. അത് കഴിഞ്ഞ് ആ പാനിലേക്ക് തന്നെയാണ് നമ്മൾ മസാല സെറ്റാക്കി എടുക്കുന്നത്. ഒരു 2-3 അല്ലി വെളുത്തുള്ളി, ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി, കുറച്ച് സവോള ക്യൂബായിട്ട് അരിഞ്ഞതോ നീട്ടത്തിൽ അരിഞ്ഞതോ എങ്ങനെയാണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് സവോള ഒന്ന് വാടി വരുന്ന സമയത്തേക്ക് നമ്മുടെ ടൊമാറ്റോ കൂടി ചേർത്ത് കൊടുക്കുക. ഒരു പിടി കാഷ്നട്ടും കൂടി ചേർക്കുക. ഞാനിവിടെ ബ്രോക്കൺ ആയതുകൊണ്ട് കുറച്ചധികം ചേർത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഹോളാണെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതുകൂടി നന്നായിട്ടൊന്ന് വാട്ടാം. ഞാൻ ഓൾറെഡി ചിക്കൻ ഫ്രൈ ചെയ്ത കുറച്ച് മസാല അതിനകത്ത് ഉണ്ടായിരുന്നതുകൊണ്ട് അഡീഷണലായിട്ടൊന്നും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കശ്മീരി മുളക് പൊടിയും കൂടി ആ സമയത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചൂടാറുമ്പോൾ അത് മിക്സിയിൽ അരച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് സെയിം പാനിലേക്ക് തന്നെ ഒഴിക്കുക. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ കൂടി ഇതിനകത്തേക്ക് തട്ടിക്കൊടുക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് എത്ര തിക്കായിട്ടുള്ള ഗ്രേവിയാണോ വേണ്ടത് അത്രയും തിക്നെസ്സിലെടുക്കുക. ലാസ്റ്റ് കുറച്ച് ഫ്രഷ് ക്രീമും കുറച്ച് കസ്തൂരി മേത്തിയും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ സെയിം ടേസ്റ്റിലുള്ള ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ബട്ടർ ഇല്ലാതെയും ബട്ടർ ചിക്കൻ ഉണ്ടാക്കാം. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. മക്കൾക്കൊക്കെ ഒത്തിരി